എൻ്റെ പിറന്നാൾ ആഘോഷമായിരുന്നു. അതെ, സർപ്രൈസായിട്ട് എന്നെ റൂമിനുള്ളിൽ ആദ്യം പിടിച്ചിരുത്തി. എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്നു. വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DJ ലൈറ്റ് ആയിരുന്നു. എൻ്റെ വീട്ടിലെ ലൈറ്റിന് ചെറിയ പ്രശ്നമുണ്ടേ. ഡോറിലെ തുണികളും അതൊന്നും ആരും ശ്രദ്ധിക്കരുത്. നമ്മുടെ കുഞ്ഞു വീടാണ്, സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നതാണ്. കേക്ക് കണ്ട ഷോക്കിലായിരുന്നു ഞാൻ കുറച്ച് നേരം. അത് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്കൊന്നും ഓർമ്മയില്ല. ഭയങ്കരമായിട്ട് മനസ്സും സന്തോഷം കൊണ്ട് നിറയുകയോ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ പാരമ്യാവസ്ഥയിൽ എന്തിനായി കടിച്ചപ്പൊട്ടത്ത വാക്കുകളല്ലേ. അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ കുഞ്ഞു മക്കൾ വായോ, നിങ്ങൾക്കാണ് ആദ്യം ഞാൻ കേക്ക് തരാൻ പോകുന്നതെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആർക്കാദ്യം കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനൊന്നും എനിക്കില്ലായിരുന്നു. കുഞ്ഞു മക്കളെന്ന് വിളിച്ചതും ഓടി വന്ന് രണ്ടുപേരും. അവർ രണ്ടുപേരും, ആദ്യത്തെ ഒരാൾ കുഞ്ഞു കടി കടിച്ചു, രണ്ടാമത്തെ അവൻ ആ കേക്ക് മാക്സിമം വായുടെ ഉള്ളിലാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അത് ക്രീം മാത്രം ബാക്കി വന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കുട്ടി ടീച്ചർ, ഇതിൻ്റെ പിന്നിലുള്ള ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട അവൾ ആദ്യം തേക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് കളയുന്നതാണ് കാണുന്നത്. അവസാനം തേക്കാമെന്ന് പറഞ്ഞു. അവർ വിട്ടില്ല, അവസാനം തേച്ചിട്ട് തന്നെ പോയത്. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പിയായിട്ട്. അതിനിടയ്ക്ക് ആ ഡോറിലിരുന്ന കീ എൻ്റെ ബാക്കിലൊരു ഇടി ഇടിച്ചതിൻ്റെ എക്സ്പ്രഷനായിരുന്നു. എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ടിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കിപ്പോൾ വേണ്ട, പിന്നെ മതിയെന്ന് പറഞ്ഞ് അവനെ ഇങ്ങ് വാടാ എന്ന് പറഞ്ഞ് അടുത്ത് വിളിച്ച് ഞാൻ അവന് കേക്കും കൊടുത്തു. അങ്ങനെ ഹാപ്പി ആയിട്ട് അവൻ കേക്ക് കഴിച്ചു, ഞാനും കഴിച്ചു. നല്ല കേക്കായിരുന്നു കേട്ടോ, വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി വന്ന് നിന്നാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഈ ഫിൽറ്റർ ഇട്ട് എടുക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് ദൈവമേ. സത്യം പറഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ എത്ര ഭംഗിയില്ലെങ്കിലും ഫിൽറ്ററിൽ നല്ല ഭംഗിയുണ്ടല്ലോ. ആ പുറകെ കാണുന്നതാണ് കേട്ടോ എൻ്റെ അമ്മയും അച്ഛനും ഇരിക്കുന്ന വീട്. അങ്ങനെ ഞങ്ങൾ ഹാപ്പിയായിട്ട് അതെല്ലാം എടുത്ത് പിന്നെ ലാസ്റ്റ് ഫുള്ളൊരു കറക്കമൊക്കെ കറങ്ങി നല്ല ഹാപ്പിയായിട്ട് നമ്മൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞു. പിന്നീട് അടുത്തതാണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളാണ്. പക്ഷെ അവർ എത്ര ഹാപ്പിനെസ്സാണെന്നറിയാമോ അതെനിക്ക് കൊണ്ടു തന്നപ്പോൾ. 4 പേനയും ചോക്ലേറ്റും പൂവും. ആ പൂവ് ഞാൻ തലയിൽ വെക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ എല്ലാവരും ഇന്ന് ഗിഫ്റ്റ് വാങ്ങി. പിന്നെ അവരുടെ ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു, പലരും അവരുടേതായ രീതിയിൽ. ഇത് കൊണ്ടുവന്നവരത് ഫ്രണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ തന്നിട്ട് ഓടിക്കളഞ്ഞു. കണ്ടോ, അവർ വളരെയധികം ക്രിയേറ്റീവായിട്ട് അവർ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട്, അമ്മമാരുണ്ടാക്കി കൊടുത്തതുകൊണ്ട്. നല്ല രീതിയിൽ കോൾഡും ഫീവറുമാണ്. ഈ ഫസ്റ്റ് ടൈം ആണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് എത്ര പേര് കാണുന്നു, അല്ലെങ്കിൽ ഇത് കാണുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. എൻ്റെ കുഞ്ഞ് സന്തോഷമാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇതാണ്. എല്ലാവരും ഇത് കണ്ട് ഇതാവും എന്നുള്ള വിശ്വസിക്കുന്നു. അങ്ങനെ രണ്ടുപേരുണ്ടായിരുന്നു. അവരുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ, അവർക്ക് വെക്കേഷനൊക്കെ കിട്ടിയ പൈസ കൂട്ടി വെച്ചിട്ട് എനിക്ക് ഗിഫ്റ്റ്, ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞു, ആരും എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരരുത്, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രയും ഹാപ്പിയാണ്, നിങ്ങൾ വേറെ ഒന്നും എനിക്ക് കൊണ്ടുവരണ്ടെന്ന് ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവൻ്റെ ഗിഫ്റ്റ് കൊണ്ടുവന്നത്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതും അതോടൊപ്പം തന്നെ അവൻ സ്വയം എഴുതിയതാണ്. എഴുത്തും വായനയിലും വളരെ പുറകിൽ നിന്നിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് പലതും എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അവനെ. അപ്പോൾ ആ ഐ ലവ് യു കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞായിരുന്നു. നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് ഇപ്പോൾ പൊട്ടിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് പൊട്ടിക്കുന്ന വീഡിയോ നമുക്ക് വേറെ എടുക്കാം എന്ന് പറഞ്ഞു. അതാ വീണ്ടും ചോക്ലേറ്റ് കിട്ടി. ആ ചോക്ലേറ്റ് ഞങ്ങളുടെ മക്കൾ തന്നെ എല്ലാവരും കൂടെ കഴിച്ചായിരുന്നു. അവൾ ഒരുപാട് നീണ്ടു നിവർന്ന സാഹിത്യമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് വായിച്ചത്. ഐ ലവ് യു ടീച്ചർ, യു ആർ മൈ ബെസ്റ്റ് ടീച്ചർ എന്നൊക്കെയാണ് അവൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. എനിക്കൊത്തിരി സന്തോഷം തോന്നി ഇതിനെ കാണുമ്പോൾ. പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ ഞാനത് മാറ്റി വെച്ചായിരുന്നു. അപ്പോഴേക്കും അവനെല്ലാം ചുറ്റും നിൽക്കുകയാണ്, ഇനി എന്താണാവോ കിട്ടുന്നതെന്ന്. അപ്പം അവനത് തലേ ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെന്നും അത് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് അറിയില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അവൻ്റെ ആ ഒരു എഫേർട്ട് നോക്കി നല്ല ഭംഗിയായിട്ട് അവൻ ചെയ്തത്. സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഇതുപോലെയൊന്നും ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഗിഫ്റ്റ് പൊട്ടിക്കുന്നതിന് ചോദിച്ചപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എടുക്കാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ആ പൂവിനെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ആ പൂവും തലയിൽ വെച്ച് ഗിഫ്റ്റ് തുറന്നപ്പം ഒരാൾ വളരെയധികം ഇൻട്രസ്റ്റിങ്ങോട് വന്നിരിക്കുകയാണ് ഇതിനുള്ളിൽ എന്താണ് എന്നറിയാനായിട്ട്. എന്നെക്കാളധികം ഇൻട്രസ്റ്റ് അവൻ്റെ മുഖം നോക്കിയേ, എന്താണ് അതിനുള്ളിൽ നിന്ന്. അതിനുള്ളിൽ നിന്നൊരു സാധനം കിട്ടും. അത് കിട്ടിയ ഉടനെ അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ മനോഹരമായ ഒരു ഇതായിരുന്നു. ആ മുട്ടായി കണ്ടതും അവൻ കൈ നീട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് തുറന്നു നോക്കി. അതൊരു ശിവലിംഗവും
നന്ദീശ്വരനും ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി, ഭയങ്കരമായിട്ട് സന്തോഷമായി. അവനെ ഞാൻ ചീത്ത പറയുകയും ചെയ്തു, നീ എന്തിനായി കാശ് കൊടുത്തത് വാങ്ങിയത്? അപ്പോൾ അവൻ പറഞ്ഞു, ആ മമ്മിയെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, എനിക്ക് കിട്ടിയ പൈസയിൽ നിന്നാണ് ഞാനത് വാങ്ങിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ ഇത്രയും വിലയുള്ള സാധനം വാങ്ങിയെന്നും പറഞ്ഞ് അവനെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത് അവൻ്റെ അനിയൻ്റെ വകയാണ് ഇനി അടുത്ത ഗിഫ്റ്റ് തുറക്കാൻ വേണ്ടി ഞാൻ പോയത്. അപ്പോൾ അടുത്ത ആൾ വന്ന് നിൽക്കും, നീ ഇതിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് അറിയാനായിട്ട്. അതിൽ മുട്ടായി ഉണ്ടായിരുന്നു. അത് അവസാനം ഞാൻ അവന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത് നമ്മുടെ ഇഷാ യോഗി അതിൻ്റെ ഒരു ഇതായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനതങ്ങ് കാണിച്ചില്ല കേട്ടോ. കരച്ചിൽ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്നെ കളിയാക്കില്ല. അവർ ഓൾറെഡി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ടീച്ചറിൻ്റെ കണ്ണ് നിറഞ്ഞു, ടീച്ചറിൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരും, ഇപ്പോൾ വരുന്നു. ഞാൻ വളരെയധികം എന്താ പറയുക, വെയിറ്റ് ഇട്ടിട്ട് പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് കരച്ചിലൊന്നും വന്നില്ല, ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കരയാനുള്ള റീസൺ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന്, ഞാൻ കരയണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കണ്ണിലൊരു തുള്ളി വെള്ളമില്ല, നോക്ക് എൻ്റെ കണ്ണ് കണ്ടോ, എൻ്റെ കണ്ണിലൊരു തുള്ളി വെള്ളമില്ല, ഞാൻ കണ്ട കൺമഷിയാണ് തൂത്ത് കളയുന്നത്, കണ്ടോ എൻ്റെ കണ്ണ് കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ കൺട്രോൾ ചെയ്തപ്പോൾ മൂക്കടഞ്ഞായിരുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, എൻ്റെ ടീച്ചറിൻ്റെ മൂക്കടഞ്ഞല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അത് ഗോൾഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പൊട്ടിക്കുന്നത് അവൾ എന്നോട് പറയണ്ടായിരുന്നു, വലിച്ച് പൊട്ടിക്കരുതേ, അതിനകത്ത് കുഞ്ഞ് സാധനങ്ങളേ ഉള്ളൂ, ആ കുഞ്ഞ് സാധനങ്ങൾ അത്രയും വലിയ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വലിയ സാധനങ്ങൾ അല്ലല്ലോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ബലൂൺ പുറകിൽ പൊട്ടിച്ചവൻ എന്നെ പേടിപ്പിക്കുകയും ചെയ്തു. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മളത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് വരുന്ന, എനിക്ക് ആ ഒരു പാക്കിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛൻ്റെ വകയായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. മോതിരം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് വളയാണ്. ഓൾറെഡി അവൾ എനിക്കിപ്പോൾ 3-4 തവണയായിട്ട് വള എനിക്ക് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ബ്ലാക്ക്, പിന്നെ ഗ്രീന്, ഇപ്പോൾ ഈ ഡ്രസ്സിന് മാച്ചുന്ന പോലെ റെഡ്. അപ്പോഴേക്കും ഒരാൾ കൊണ്ടുവന്നിട്ട്, എനിക്ക് ഈ മുട്ടായി ഒന്ന് തുറന്ന് തരുമോ ടീച്ചർ എന്നാണ് ആ ചോദിക്കുന്നത്. പിന്നെ ആ മുട്ടായി വാങ്ങിച്ച് ഞാനത് തുറന്ന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ വള എടുത്ത സമയത്ത് ഞാൻ അവളോട് സംസാരിക്കും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വളയാണ് എന്നൊക്കെയാണ് ഈ ഡയലോഗ് അടിക്കുന്ന ഇരുന്നുകൊണ്ട്. അപ്പോൾ മുട്ടായി കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോൻ കഴിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് ഇത് പൊട്ടിച്ചതാണെന്ന്. പിന്നെ ഞാനതങ്ങ് പൊട്ടിച്ചു കൊടുത്തു. അങ്ങനെ അവർ മുട്ടായി കഴിക്കാൻ വേണ്ടി ഞങ്ങളങ്ങ് പോയി. ഇതാണ് എനിക്ക് ഫൈനലി എൻ്റെ അച്ചു തന്ന ഗിഫ്റ്റ്. അപ്പോൾ അവൾ കഴിഞ്ഞ വർഷമൊക്കെ ഓരോ പാക്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് പറ്റിക്കുമായിരുന്നു. അപ്പോൾ ചെരുപ്പിൻ്റെ പാക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിക്കാൻ. ഞാൻ പറഞ്ഞു, ആ ചെരുപ്പിൻ്റെ പാക്ക്, ഇതിനകത്ത് ഇനി എന്തോ അടി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് വലിച്ച് തുറന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന ആ ഒരു സംഭവം ഞാൻ കാണുന്നത്. ഈശ്വര, ആ എക്സ്പ്രഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും അറിയാതെ വന്ന എക്സ്പ്രഷനാണ് കേട്ടോ. ഒരിക്കലും അത് അഭിനയമല്ല. ഞാനാകെ മൊത്തം ഷോക്കടിച്ച് വണ്ടടിച്ച് പോയ ഒരു എക്സ്പ്രഷനായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അവളോട് ചോദിച്ചു, എന്തിനാ മോളെ നീ ഇത് വാങ്ങാൻ പോയതെന്ന്. ഞാൻ ആക്ച്വലി ചെരുപ്പ് വാങ്ങണമെന്ന് അവളോട് എപ്പോഴും പറയാറുണ്ട്. കാരണം ഞാൻ ഈ പ്രാവശ്യം ഒരു യാത്ര പോയപ്പോൾ ചെരുപ്പ് വാങ്ങണം പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് മൊമെൻ്റ് അത് മാറ്റി കയ്യിലിരുന്ന് ചെരുപ്പിനെ സ്റ്റിച്ച് ചെയ്ത് അതിട്ടുകൊണ്ട് നടക്കുകയാണ് ചെയ്തത്. കടയിൽ പോയി വാങ്ങാനുള്ള മടിയുണ്ട്. അപ്പോൾ എനിക്ക് കരച്ചിൽ വരണം എന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ അവർ കാണാതിരിക്കുന്ന എക്സ്പ്രഷനായിരുന്നു അത്. ആക്ച്വലി കരച്ചിലൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്തു. എന്നിട്ട് ഞാൻ തുടച്ചിട്ട് ഞാൻ പറഞ്ഞു, കൺമഷിയാണ്, കണ്ണിലെ കൺമഷി പോകാതിരിക്കാൻ. ആ മുടിയൊക്കെ ഇട്ട് ഞാൻ എക്സ്പ്രഷൻ ഇട്ട്, കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ ഒരു മൊമെൻറ്റ് വരുമ്പോൾ എങ്ങനെ. ഞാൻ കണ്ടോ, എൻ്റെ കണ്ണിലൊരു കുഴപ്പമില്ല, കണ്ണിലൊരു തുള്ളി വെള്ളമില്ല എന്നൊക്കെയാണ് അവരുടെ അടുത്ത് പറയുന്നത്. ടീച്ചറിൻ്റെ കണ്ണ് കണ്ടാൽ തോന്നുമ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനം ആ സമ്മാനങ്ങളെല്ലാം എടുത്ത് എൻ്റെ കയ്യിൽ വെച്ച് ഞാനിങ്ങനെ ഇരുന്നു. സത്യം പറഞ്ഞാൽ അവസാനത്തെ എൻ്റെ ആ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷമുള്ളൊരു പിറന്നാൾ ഞാൻ ആഘോഷിച്ചിട്ടില്ല. അവസാനം അവരെന്നെ ചെയ്തതാണ് ഈ കോലം. എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് ടീച്ചറിൻ്റെ മുഖത്ത് ഇച്ചിരി കേക്ക് തേച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓന്ന് പറയുകയും ചെയ്തു. അവസാനം എന്നെ ഈ കോലത്തിലാക്കി. അങ്ങനെ ഈ വർഷത്തെ എൻ്റെ പിറന്നാൾ